ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബിരിയാണിയുടെ റെസിപ്പി ആയാലോ. നല്ല ഫ്രൈ ചെയ്ത ചിക്കനും ജീര റൈസൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ ഒന്ന് തിരുമ്മി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-10 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-10 കാന്താരി മുളക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഉപ്പ്, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് 4 ഗ്രാമ്പുമാണ് കേട്ടോ. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം, പിന്നെ കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ തൈരും ഈ മസാലയും കൂടെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഉപ്പ് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അപ്പോൾ പിന്നീട് വീണ്ടും ചേർക്കണമെന്നില്ല. അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും, ഒരു ടീസ്പൂൺ പെരുംജീരകവും, പിന്നെ കുറച്ച് കറുവപ്പട്ടയും, കുറച്ച് ഗ്രാമ്പൂ, പിന്നെ ജാതിപത്രി ഉണ്ടല്ലോ, ജാതിക്കായ, ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും, പിന്നെ അതുപോലെ തന്നെ വഴനയിലയും ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് ഫ്രൈ ആവണം. ജസ്റ്റ് ഒന്ന് കളർ മാറി വരണം, അത്രയുള്ള നല്ലൊരു സ്മെല്ല് വരും. അതാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് സവാള, ഇതൊരു 3 സവാള, വലിയ സവാള ഉണ്ട്, അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് സവാള. ഇത് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഓയിലല്ല, ഞാൻ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്യണം, നെയ്യോ ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ അതേ ഓയിലിൽ തന്നെ നമ്മൾ കുറച്ച് കിസ്മിസും കുറച്ച് കാഷ്യും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതും നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ ചിക്കനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം പാനിൽ തന്നെ ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് 2 കിലോ ചിക്കനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരു 3 ബാച്ചൊക്കെ ആയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ 1 കിലോ റൈസാണ് വേവിക്കുന്നത്. അപ്പോൾ 2-3 പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ളതായതുകൊണ്ടാണ് കീറാതെ ഇടുന്നത്. എരിവ് കുറഞ്ഞാണ് കീറിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വോൾ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അങ്ങനെയുള്ള വോൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ റൈസ്, ആ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റൈസ് ജീരകശാല റൈസാണ്. ഇത് 1 കിലോ ഉണ്ട്. നമ്മളിവിടെ ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷമാണ് വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഈ അരി വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ റൈസിൻ്റെ പ്രിപ്പറേഷൻ കേട്ടോ. അപ്പോൾ അതവിടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം. നമ്മുടെ റൈസ് കൂടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഞെങ്ങണം. ആ ഒരു പരുവത്തിൽ നമുക്കിത് ഊറ്റി വേറൊരു പരന്ന പാത്രത്തിലേക്ക് നിരത്തിയിടുക കേട്ടോ. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ബലപ്പെടും റൈസ്. അപ്പോൾ നമ്മൾ ചിക്കനും ഫുൾ കംപ്ലീറ്റ് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു മസാല പ്രിപ്പയർ ചെയ്യുകയാണ്. ചിക്കൻ വെച്ചിട്ട്, ചിക്കനും ബിരിയാണി മസാലയൊക്കെ വെച്ചിട്ട് നല്ലൊരു മസാല പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ മസാലയും നമ്മളുടെ റൈസും കൂടെ ദം ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 2-3 സ്റ്റിക്ക് കറുവപ്പട്ട, ഒരു 3-4 ഏലക്ക, പിന്നെ ഒരു 2-3 ഗ്രാമ്പൂ, ഇത്ര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ മസാല. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വഴനയിലൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 3-4 വലിയ സവാള ചേർത്ത് കൊടുക്കാം, നീളത്തിൽ അരിഞ്ഞത്, കനം കുറഞ്ഞരിയണം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ വഴറ്റി, നല്ല പോലെ ഇതിലൊരു 1/3 കുറയും സവാള, നന്നായി വാടണം. അപ്പോൾ കണ്ടോ, സവാള നന്നായി വഴന്ന് 1/3 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടോ ചേർക്കുന്നത്. 4-5 പച്ചമുളകും, ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് നുറുക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം.
പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കണേ. നിങ്ങൾക്ക് അളവിൽ വ്യത്യാസമൊക്കെ വരുത്താം കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ ബിരിയാണി മസാല വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പൊടിച്ചതാണിത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണി മസാലയാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഈ മസാലപ്പൊടികളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി, ഞാനിത് വലിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ സിമ്മിലിട്ട് വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ആ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഇലകളും ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കാം. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർക്കാനായിട്ട്. തൈരും ചേർത്തിട്ട് മസാല ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർക്കാം. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർക്കാം കേട്ടോ. പുളിയില്ലാത്ത തൈര് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ മസാല കൂട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണേ. ഇനി നമുക്ക് ഈ മസാലയും അതുപോലെ റൈസും വെച്ചിട്ട് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ദം ചെയ്യാനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ അടികട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. എന്നിട്ട് ആദ്യം നമുക്ക് മസാലയിൽ പകുതി എടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് പകുതി റൈസും ഇട്ടിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിളിൻ്റെ ചെറിയ ചെറിയ പീസസും പിന്നെ മല്ലിയിലയും പുതിനയിലയും തൂവി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് സവാള വഴറ്റിയതും പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ, അപ്പോൾ അതിനെ കൂടെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മൾ ബാക്കിയിരിക്കുന്ന റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസും ചിക്കൻ മസാലയൊക്കെ ഇവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ചെറിയ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ പീസസ് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് സൈഡിൽ കൂടെ സെൻറ്ററിലൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത കാഷ്യൂ, കിസ്മിസ് അതുപോലെ ഒനിയൻ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി സ്റ്റീം വന്നതിന് ശേഷം ഓപ്പൺ ചെയ്ത് ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ബിരിയാണി ആയിരിക്കും കേട്ടോ. അതുപോലെ മുട്ട പുഴുങ്ങിയതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അത് കൂടാതെ ഞങ്ങൾ ചൂടനെ കുറച്ച് ബിരിയാണി എടുത്തിട്ട് ഒരു വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ടൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പൊതു ബിരിയാണി പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.